പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇന്ന് മെയ് 12 ചൊവ്വാഴ്ച. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാണ്. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു. ഈശോയെ, എവിടെയെങ്കിലും യാത്ര ചെയ്യുന്ന മുമ്പ് ഇതൊന്ന് കൂറിയിട്ട് പോണവരുണ്ട്. ഈശോയെ, അവർ മക്കളുടെ ഇന്നത്തെ മുഴുവൻ യാത്രകൾ ഞാൻ അങ്ങേക്ക് ഏൽപ്പിക്കുന്നു. അവരുടെ കണ്ണുനീര് ഉപ്പണം കർത്താവേ. അവർ പോകുന്ന ഇടങ്ങളിൽ നീ അവിടെ കൂടെ പോകണം. പലരും ഒറ്റക്കാണ്. പലരും അവർ ഒറ്റക്ക് പോയിട്ട് നടക്കാത്ത പല കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പോണത്. ഓഫീസിലായാലും കോളേജിലായാലും സ്കൂളിലായാലും പരീക്ഷയ്ക്കായാലും ജോലിക്കായാലും ഇൻ്റർവ്യൂവിനായാലും മറ്റ് റവന്യൂ ആയിട്ടുള്ള കാര്യങ്ങൾക്കായാലും കർത്താവേ, അങ്ങയുടെ മക്കൾ പോകുന്ന ഇടങ്ങളിലെല്ലാം ഐ കം വിത്ത് യു വെയർ എവർ യു ഗോ. ലോകത്തെ ആവേശപ്പെടുത്തുന്ന
അങ്ങയുടെ അഭിഷേക വചനമാണ്. നീ എവിടെ പോയാലും ഞാൻ നിലകൊണ്ടാകും. കർത്താവെ, ഞങ്ങൾ ആഴമായത് വിശ്വസിച്ചുകൊണ്ട് കർത്താവ് ഈ മക്കൾ നിന്നെയും കൊണ്ടുപോകാൻ ഇടയാക്കണമേ. അമ്മേ പരിശുദ്ധമേ, സമയത്തിൻ്റെ അധികാരി സഞ്ചാരി മാതാവേ, അങ്ങയുടെ മക്കളുടെ കൂടെ സഞ്ചരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവ്വേശ്വര എന്നേക്കും ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിച്ചിരിക്കുന്ന ഒരു വിഷയം ചെയ്യുന്ന ഉടമ്പടിയും ചിന്തിക്കുന്ന ഉടമ്പടിയും. ചിലപ്പോൾ ഇത് രണ്ടും രണ്ടായിട്ട് മാറും. ഈ ചിന്തിക്കുന്ന ഉടമ്പടി തന്നെയാണ് ചെയ്യണതെന്ന് ഉറപ്പുവരുത്തിയ ഉടമ്പടിയുടെ സമ്പൂർണ്ണ ഫലം ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ ചോദിക്കും, എന്താണ് ചെയ്യുന്ന ഉടമ്പടി, എന്താണ് ചിന്തിക്കുന്ന ഉടമ്പടി? കഴിഞ്ഞ ദിവസങ്ങളിലുള്ള സാക്ഷ്യങ്ങളിൽ നല്ല സാക്ഷ്യം, അതായത് രശ്മി തോമസിൻ്റെ സാക്ഷ്യത്തെക്കുറിച്ച് ഞാൻ ആദ്യവാഴ്ച പറയുന്നുണ്ട്. അതായത് ഇന്നത്തെ ധ്യാനം രശ്മി തോമസിൻ്റെ സാക്ഷ്യമാണ്. അപ്പം രശ്മി തോമസിൻ്റെ സാക്ഷ്യത്തിൽ നിന്നാണ് ഈ ചെയ്യുന്ന ഉടമ്പടിയും ചിന്തിക്കുന്ന ഉടമ്പടിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് അറിയണത്. നമ്മൾ ചിന്തിക്കുന്ന ഉടമ്പടി ആയിരിക്കത്തില്ല പലപ്പോഴും ചെയ്യുന്നത്. ഒരു വിഷയമുണ്ടായി, നമുക്കൊരു വിഷയമുണ്ടായി, ആ വിഷയം പരിഹരിക്കുന്നതിന് വേണ്ടി നമ്മൾ ദൈവത്തോട് ഒരു വാഗ്ദാനത്തിൽ ഏർപ്പെടുന്നു, അതിന് മാതാവിൻ്റെ മധ്യസ്ഥ യാചിക്കുന്നു. അപ്പം അതൊരു ചെയ്യുന്ന ഉടമ്പടിയാണ്. ഇനി ചിന്തിക്കുന്ന ഉടമ്പടി എന്ന് പറയുമ്പോൾ, ഇപ്പോൾ ഈ രശ്മി തോമസിൻ്റെ സാക്ഷ്യത്തിലെ അവരുടെ ഉടമ്പടിയും ജോലിയും ഒരുമിച്ച് പോകാത്തൊരവസ്ഥ വന്നു. അപ്പോൾ അവരുടെ ഉള്ളിലൊരു ചിന്ത ഉണ്ടായി, ഞാൻ ഉടമ്പടി തുടരണോ അതോ ഉടമ്പടിയിൽ നിന്ന് ജോലിയെ തുടരണോ? അപ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാ ആൾക്കാരും ഉടമ്പടി ഉപേക്ഷിച്ച് ജോലി തുടരാൻ ആയിരിക്കും. നമ്മൾ ജോലിക്ക് വേണ്ടിയല്ലേ ഉടമ്പടി എടുത്തത് എന്നുള്ള ഉദ്ദേശത്തിൽ അങ്ങനെ ചിന്തിക്കും. പക്ഷേ രശ്മി ചിന്തിക്കേണ്ട വ്യത്യാസമാണ്. പക്ഷേ ഞാൻ ഉടമ്പടിയിൽ തുടരാൻ വേണ്ടിയാണ് ഉടമ്പടി എടുത്തത്, ജോലി എൻ്റെ ഇൻറ്റൻഷനിലൊരു കാര്യം മാത്രമാണ്. അപ്പോൾ ഉടമ്പടി ജോലിക്ക് വേണ്ടിയോ ജോലി ഉടമ്പടിക്ക് വേണ്ടിയോ? പണ്ട് ഒരു ഡിസ്പ്യൂട്ടില്ലായിരുന്ന, കല ജീവിതത്തിന് വേണ്ടിയാണോ, ജീവിതം കലയ്ക്ക് വേണ്ടിയാണോ എന്ന് ചോദിക്കുമ്പോൾ ജീവിതം തന്നെ കലയെന്ന് പറഞ്ഞത്. അപ്പോൾ ഉടമ്പടി തന്നെ ജീവിതം എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ട്. ചിലർക്കെങ്കിലും ആ ഒരു കോൺസെപ്റ്റ് വിജയിക്കുന്നുണ്ട് ഭയങ്കരമായിട്ട്. കാര്യം അവർ എന്തിനാണ് ഉടമ്പടി എടുത്തത്? ഉടമ്പടി ദൈവമായിട്ട് ജീവിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ഉടമ്പടിക്ക് വേണ്ടിയാണ് ജീവിതം ഉടമ്പടി ജീവിക്കാൻ വേണ്ടിയാണ്, ഉടമ്പടിക്ക് വേണ്ടിയാണ് ജീവിതം എന്നുള്ള ഐഡിയയിൽ എത്തിച്ചേർന്നിട്ട് ഉടമ്പടിക്ക് പ്രാധാന്യം കൊടുത്തിട്ട് ജീവിക്കുമ്പോഴാകുന്ന പ്രശ്നം, ഇവർ ഒരു റിട്ടയേർഡ് ഹാൻഡാണ്. അതായത് ഇവർ ഒരു പ്രവാസികൾ എന്തുമാത്രം കേരളത്തിൽ വരുന്നുണ്ട്. പലരും ജീവിതം കരിഞ്ഞു നിൽക്കണ പോലെയൊക്കെ തോന്നുന്നില്ല അവർക്ക്. പക്ഷെ അവരെല്ലാം ഉടമ്പടിയിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസം എന്താണ്? നമ്മുടെ പച്ചത്തിരിവ് പോലെ, അതുപോലെ തന്നെ കൂടാരത്തിലിരുന്ന അഹറോൻ്റെ കരിഞ്ഞ കമ്പ് പോലെ അത് ഇങ്ങനെ പച്ച ഇല വീശി പുതിയ ജീവിതമാണ് കിട്ടുന്നത്. ഇപ്പോൾ വണ്ടി ഓടിക്കാൻ പേടിയായിരുന്നു, ജോലിയില്ല, വീട് പഴയതായിരുന്നു. അപ്പോൾ എന്തെല്ലാം ഇവൾ ചോദിച്ചോ അതെല്ലാം അമ്മ അവർക്ക് വളരെ നിമിഷം നേരം കൊണ്ട് കൊടുത്തു. പിന്നെ ഉടമ്പടി എന്ന് പറഞ്ഞ ഒരു അലാവുദ്ദീനും അൽപ്പത് വിളക്കും തമ്മിലുള്ള ഒരു മാജിക് പരിപാടിയൊന്നുമല്ല, മറിച്ച് കർത്താവിൻ്റെ വചനമുണ്ട്. ആ വചനത്തിൻ്റെ വാഗ്ദാന പൂർത്തീകരണമാണ്. നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ കർത്താവ് തന്നെ പറഞ്ഞിരിക്കുന്നതാണ് ഇഷ്ടമുള്ള ചോദിക്കാൻ. അപ്പോൾ ചോദ്യത്തിൽ പിശുക്കൊന്നും വേണ്ട. പക്ഷേ ഉടമ്പടിയിലും പിശുക്ക് വരത്തില്ല. ഉടമ്പടിക്ക് വേണ്ടിയാണ് ജീവിതം എന്ന രീതിയിൽ ഉടമ്പടിയും ജീവിതവുമാണ്, എൻ്റെ ജീവിതം ഉടമ്പടിയാണെന്നുള്ള ഒരു പ്രയോറിറ്റി കിട്ടിയാൽ ബാക്കിയുള്ള ഈസിയാണ്. വളരെ ആലോചിച്ച് ഉടമ്പടിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കുക. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ.